കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര കാത്തലിക് ടിവിയുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, സുവിശേഷത്തിൻ്റെ സദ്വാർത്ത എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. ധനഹായ്ക്ക് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ മാമോദീസായ്ക്ക് ശേഷമുള്ള ഞായറാഴ്ചകളിൽ അവിടുന്ന് പരസ്യ ജീവിതം ആരംഭിക്കുന്നതിനെക്കുറിച്ച്, തൻ്റെ ശിഷ്യ സമൂഹത്തിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ആദ്യത്തെ ഞായറാഴ്ച, ധനഹായ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച, ആദ്യത്തെ 4 ശിഷ്യന്മാരെ വിളിക്കുന്നത് അന്ത്രയോസും സഹോദരനായ പത്രോസും, യോഹന്നാനും സഹോദരനായ യാക്കോബും കർത്താവിൻ്റെ ശിഷ്യ സമൂഹത്തിലേക്ക് വിളിക്കപ്പെട്ടത് എപ്രകാരമെന്നും അവർ തങ്ങളുടെ വലകൾ ഉപേക്ഷിച്ച്, പിതാവിനെയും വലകളും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചതുമൊക്കെ നമ്മൾ ധ്യാനിച്ചു. 2-ാം ഞായറാഴ്ചയിൽ ഫിലിപ്പോസ്, നഥാനയേൽ എന്നീ 2 ശിഷ്യന്മാരെ യേശു വിളിക്കുന്നത് നമ്മൾ ധ്യാനിക്കൂ. ഇന്ന് ഈ 3-ാം ഞായറാഴ്ച യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ യേശുവും നിക്കോദേമോസ് എന്ന ഫരിസേയ പ്രമാണിയും തമ്മിലുള്ള സംഭാഷണമാണ്. വചനം ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ല എങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. വീണ്ടും ജനിക്കുക എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കോദേമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാവുന്നില്ലേ? സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നിക്കോദേമോസ് എന്ന ഒരു മനുഷ്യൻ, ഒരു യഹൂദ പ്രമാണി, ഫരിസേയനായ ഒരു വ്യക്തി. ഇതാണ് നിക്കോദേമോസിൻ്റെ വിശേഷണങ്ങൾ. ഗ്രീക്ക് ബൈബിളിൽ ഇപ്രകാരമാണ്: ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് നിക്കോദേമോസ്, അവൻ ഫരിസേയനായിരുന്നു, യഹൂദ പ്രമാണിയായിരുന്നു. ഇങ്ങനെയാണ് ഗ്രീക്ക് ബൈബിളിൻ്റെ വേഡിങ്സ്. ഒരു മനുഷ്യനുണ്ടായിരുന്നു, നിക്കോദേമോസ് എന്ന പേരായ ഒരു മനുഷ്യൻ, അവൻ ഫരിസേയനായിരുന്നു, യഹൂദ പ്രമാണിയായിരുന്നു. ഇപ്രകാരം ഗ്രീക്ക് ബൈബിൾ എഴുതാൻ കാരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 24-ാം വാക്യം ഇപ്രകാരമാണ് ആ 2-ാം അധ്യായം അവസാനിക്കുക: യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. മനുഷ്യനിലുള്ളത് എന്താണെന്ന് സ്രഷ്ടാവായ ദൈവം വ്യക്തമായി അറിഞ്ഞിരുന്നു എന്ന് 2-ാം അധ്യായം അവസാനിപ്പിച്ചതിന് ശേഷം 3-ാം അധ്യായം ആരംഭിക്കുകയാണ്. ഒരു മനുഷ്യനുണ്ടായിരുന്നു, നിക്കോദേമോസ് എന്ന പേരായ ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ ഫരിസേയനാണ്.
യേശുവിൻ്റെ കാലത്ത് യഹൂദ സമൂഹത്തിലുണ്ടായിരുന്ന 4 വിഭാഗക്കാരാണ് നിയമജ്ഞർ, സദുക്കായർ, ഫരിസയർ, സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ. നിയമജ്ഞർ, സദുക്കായർ, ഫരിസയർ, സാധാരണ ജനങ്ങൾ, ഈ 4 വിഭാഗക്കാരെയും സുവിശേഷത്തിൽ പലയിടങ്ങളിൽ യേശുവുമായുള്ള അഭിമുഖത്തിൽ നമ്മൾ കാണും. ഇപ്രകാരം യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദ സമൂഹത്തിലെ ഒരു വിഭാഗത്തിലെ ഫരിസേയ വിഭാഗത്തിൽപ്പെട്ട യഹൂദ പ്രമാണി എന്ന് പറയുമ്പോൾ സെൻഹദ്രീൻ സംഘത്തിലെ ഒരാൾ. ഇപ്രകാരം അബ്രഹാമിൻ്റെ വംശാവലിയിൽപ്പെട്ട നിക്കോദേമോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, യേശുവിൻ്റെ പ്രവർത്തനങ്ങളും പഠിപ്പിക്കലും ഒക്കെ കണ്ടപ്പോൾ വിസ്മയം തോന്നി വന്ന് പറയുകയാണ്, ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് അങ്ങ്. ദൈവം കൂടെ ഇല്ല എങ്കിൽ അങ്ങയ്ക്ക് ഈ കാര്യങ്ങളൊന്നും ഒരുവന് ഈ കാര്യം ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവന് ചെയ്യാൻ സാധിക്കാത്തതായ കാര്യങ്ങളാണ് അങ്ങ് ചെയ്യുന്നത്. ദൈവം കൂടെ ഉള്ളപ്പോൾ മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ആ കാര്യങ്ങൾ കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി നൽകിയതും ദേവാലയം ശുദ്ധീകരിക്കുന്നതുമൊക്കെയാണ് ഈ കാര്യങ്ങൾ. ദേവാലയ ശുദ്ധീകരണ സമയത്ത് യേശുവിൻ്റെ വാക്കുകളുണ്ട്. 46 സംവത്സരങ്ങൾ എടുത്തു പണി കഴിപ്പിച്ച ദേവാലയം അത് നശിപ്പിച്ച് കളഞ്ഞാൽ 3 ദിവസം കൊണ്ട് അതിനെ പുനരുദ്ധരിക്കുമെന്ന് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ സാഹചര്യം ദേവാലയ ശുദ്ധീകരണത്തോട് ചേർത്ത് നിർത്തിയാണ്. ഈ കാനായിലെ വിവാഹ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കിയത് കാണുകയും ദേവാലയ ശുദ്ധീകരണം നടത്തുകയും അവിടെ യേശു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്ത നിക്കോദേമോസ് എന്ന ഫരിസേയൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നത് ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ്. അതിന് മറുപടിയായി യേശു നൽകുന്ന കാര്യം വളരെ ചിന്തോദീപകമാണ്. യേശു പ്രതിവചിക്കുകയാണ്, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുക സാധ്യമല്ല. ദൈവരാജ്യം കാണണമെങ്കിൽ ഒരുവന് വീണ്ടും ജനിക്കണം. ഇത് നിക്കോദേമോസ് എന്ന ഫരിസേയനോട് യേശു പറയാൻ കാരണമുണ്ട്. യഹൂദ ജനതയുടെ ഇടയിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ എന്ന് വിശ്വസിക്കുന്ന, അബ്രഹാമിൻ്റെ മക്കൾ എന്ന് വിശ്വസിക്കുന്ന യഹൂദരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, അബ്രഹാമിൻ്റെ മക്കളാണോ സ്വർഗരാജ്യം, ദൈവരാജ്യം അവർക്ക് സ്വന്തമാണ്. ഇപ്രകാരം ഒരു ഐതിഹ്യം യഹൂദരുടെ ഇടയിൽ പരന്നിരുന്നു. അബ്രഹാം എന്ന തങ്ങളുടെ പൂർവ്വപിതാവ് നരകവാതിൽക്ക് നിൽക്കുന്നു. ആരെങ്കിലും തങ്ങളുടെ തൻ്റെ തലമുറയിൽപ്പെട്ട ആരെങ്കിലും, തൻ്റെ മക്കളായ ആരെങ്കിലും ഈ നരകത്തിലേക്ക് പോകാൻ ഇടയായെങ്കിൽ ആ യഹൂദനെ, അബ്രഹാമിൻ്റെ സന്തതിയെ സ്വർഗത്തിലേക്ക് കയറ്റിവിടും. അബ്രഹാമിൻ്റെ സന്തതികൾ ആരും തന്നെ നരകത്തിലേക്ക് പോകാനുള്ളതല്ല എന്ന് ഒരു ഐതിഹ്യം യഹൂദരുടെ ഇടയിൽ പരന്നിരുന്നു. ഇപ്രകാരം ആ ഒരു ഐതിഹ്യത്തിൻ്റെ പിൻബലത്തിലാണ് അബ്രഹാമിൻ്റെ മക്കളായ യഹൂദർ, ആ യഹൂദരിൽ ഒരു വിഭാഗത്തിൽ യഹൂദ പ്രമാണിയായ ഫരിസേയനായ നിക്കോദേമോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മറുപടിക്ക് കാരണം അതാണ്, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുക സാധ്യമല്ല. വീണ്ടും ജനനം, ജലത്താലും ആത്മാവിലാലുമുള്ള വീണ്ടും ജനനമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ പ്രമേയം. അതിൻ്റെ കേന്ദ്ര വിഷയം ഈ വീണ്ടും ജനനം തന്നെയാണ്. നിക്കോദേമോസിൻ്റെ സംശയം, നിക്കോദേമോസ് ഇത് കേട്ടപ്പോൾ, യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ, വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ കാണുക സാധ്യമല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിക്കോദേമോസിനുണ്ടാകുന്ന സ്വാഭാവികമായ സംശയമാണ്, പ്രായമായ ഒരു മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കുവാൻ അവന് കഴിയുമോ? നിക്കോദേമോസിൻ്റെ ചിന്താശകലങ്ങൾ, ചിന്താധാര മുഴുവൻ ഭൗമികമായ ശാരീരികമായ ജനനത്തെക്കുറിച്ചാണ്. അതിനെ തിരുത്തിക്കൊണ്ട് യേശു പറയുകയാണ്, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ആത്മാവിലാലും ജനത്താലും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ഇപ്രകാരമുള്ള വീണ്ടും ജനനത്തെക്കുറിച്ച് പണ്ഡിത മതം പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലർ പറയുന്നു ഈ വീണ്ടും ജനനം പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന്.
മരണത്തിന് ശേഷമുള്ള ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ചിലർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശരീരത്തോടു കൂടിയുള്ള അവൻ്റെ ഉയർപ്പ് ഭൗമികമായ ശരീരമല്ല, ഭൗതികമായ ശരീരമല്ല, മറിച്ച് ഭൗതിക ശരീരത്തോടു കൂടിയുള്ള യേശു ഉയർപ്പിക്കപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ഒരു പുതുജീവനാണ്. ഉയർപ്പിക്കപ്പെടുക ഒരു പുതിയ ജീവനാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ പറയുക ഈ വീണ്ടും ജനനം എന്നത് പുനരുത്ഥാനമാണ് എന്ന് ചിലർ പഠിപ്പിക്കുന്നു. മറ്റു ചിലർ പഠിപ്പിക്കുക ഇത് ഇസ്രായേൽ എന്ന ജനതയുടെ ഒരു പുതുക്കത്തെക്കുറിച്ച് ആണ് പറയുന്നത്. കാരണം നിക്കോദേമോസ് എന്ന യഹൂദ പ്രമാണിയോടാണ് യേശു സംസാരിക്കുന്നത്. എന്നാൽ വീണ്ടും ജനനം എന്നത് ജലത്താലും ആത്മാവിനാലുമുള്ള ജനനം എന്നത് സൂചിപ്പിക്കുക മാമോദിസ എന്ന വീണ്ടും ജനനത്തെക്കുറിച്ച് തന്നെയാണ്. മാമോദിസായിൽ എന്താ സംഭവിക്കുക? മാമോദിസായിൽ കർത്താവിൻ്റെ മരണത്തിലും അവൻ്റെ ഉത്ഥാനത്തിലും പങ്കുപറ്റി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി നാം പുനർജനിക്കുന്നു. ഇതാണ് മാമോദിസായെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ വിവക്ഷ. കർത്താവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കാളികളായി ഒരു പുതിയ ജീവന്റെ അവകാശികളായി, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി നാം വീണ്ടും ജനിക്കുന്നു. ആയതുകൊണ്ട് മാമോദിസ തൊട്ടിയെ സഭയുടെ ഗർഭപാത്രമെന്നും ആത്മീയ ഉദരമെന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നിക്കോദേമോസിനോടുള്ള യേശുവിൻ്റെ സംഭാഷണവും ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് തന്നെയാണ്. ഇപ്രകാരം ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നവൻ, ഇത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ പ്രതിപാദ്യമല്ല വീണ്ടും ജനിക്കുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആമുഖവാക്യങ്ങളായ 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 12-ാം വാക്യത്തിൽ, 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്ന് അത്രേ. തന്നെ വിശ്വസിക്കുകയും തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ലഭിക്കുന്ന ദൈവമക്കളാവുക. ഇപ്രകാരം ദൈവമക്കളാകുന്നത് ശാരീരിക അഭിലാഷത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ അല്ല, പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൻ്റെ ഇച്ഛയിൽ, ദൈവത്തിൽ നിന്ന് ജനിക്കുക. ഇതാണ് ജലത്താലും ആത്മാവിനാലും ജനിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഇപ്രകാരം ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ, ദൈവത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്, ശരീരത്തിൽ നിന്ന് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് എന്ന് പറയുന്നു. ഇപ്രകാരം വീണ്ടും ജനിക്കുന്നവൻ കാറ്റ് പോലെയാണ്. അവൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ദൈവമാണ്. ആ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയില്ല. കാറ്റിൻ്റെ മർമ്മരം കേൾക്കുകയും കാറ്റിൻ്റെ ശീതളിമ നമ്മൾക്ക് അനുഭവിക്കുകയും ചെയ്യുക മാത്രമാണ് സാധിക്കുക. അപ്പോൾ നിക്കോദേമോസ് വീണ്ടും ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? യേശുവിൻ്റെ മറുപടി ഇപ്രകാരമാണ്: ഇസ്രായേലിലെ ഒരു ഗുരുവായ നിനക്ക് ഇതൊന്നും അറിയാൻ സാധിക്കുന്നില്ലേ? ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞു, അവ നിനക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ഇത് നഥാനിയേലിനോ എന്ന കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ച ക്രിസ്തു ശിഷ്യനായ നഥാനിയേലിനോട് യേശു പറഞ്ഞതുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കാവുന്നതാണ്. നഥാനിയേലിനോട് യേശു പറഞ്ഞത് ഇപ്രകാരമാണ്: നീ ഇതിലും വലിയ കാര്യങ്ങൾ കാണും. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നീ കാണും. അങ്ങ് ദൈവപുത്രനാണ് എന്നും ഇസ്രായേലിൻ്റെ രാജാവാണ് എന്നും നഥാനിയേൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞപ്പോൾ നഥാനിയേലിനോട് യേശു പറഞ്ഞത് ഇപ്രകാരമാണ്: സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ മനുഷ്യപുത്രൻ്റെ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നീ കാണും എന്ന്. എന്നാൽ ഇവിടെ സംശയം ഉന്നയിക്കുന്ന നിക്കോദേമോസ് എന്ന പരിസയനോട് യേശു പറയുകയാണ്, ഭൗമിക കാര്യങ്ങൾ, അതായത് ഈ ഭൂമിയിൽ വെച്ച് വീണ്ടും ജനിക്കേണ്ടതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് സ്വീകരിക്കാൻ, വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച്, അതായത് ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ, പ്രതിപാദിച്ചാൽ നിനക്കെങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ധനഹായ്ക്ക് ശേഷമുള്ള ഈ 3-ാമത്തെ ഞായറാഴ്ച
പ്രത്യേകമായി നമ്മൾ നിക്കോദേമോസ് എന്ന ഫരിസേയ പ്രമാണി, യഹൂദ പ്രമാണി യേശുവിനോട് നടത്തുന്ന സംഭാഷണം, ആ സംഭാഷണത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. വീണ്ടും ജനനം എന്നത് മാമോദീസ എന്ന കൂദാശയെക്കുറിച്ചാണ്. ഈ മാമോദീസ നിരന്തരം സംഭവിക്കേണ്ടതാണ്. നിരന്തരം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. എന്നാൽ ആത്മീകമായ പുതുക്കം, വിശുദ്ധ കുമ്പസാരത്തെ സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുക രണ്ടാം മാമോദീസ എന്നാണ്. ഓരോ തിരുത്തലുകളിലൂടെയും പുതുക്കപ്പെട്ട് 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 സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി നമ്മൾ മാറണം. വീണ്ടും ജനിക്കുന്നവൻ വീണ്ടും ജനിക്കുന്നത് ദൈവത്താലാവണം. ആത്മാവ് ജീവിക്കണം, ആത്മപ്രേരിതരായി ജീവിക്കണം. പ്രേരിതരായി ജീവിക്കുക എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നതാണ്. ആത്മാവിൻ്റെ ഫലങ്ങളായ ക്ഷമ, ദയ, സമാധാനം, നീതി, സ്നേഹം, പരസ്നേഹം, ദൈവാശ്രയബോധം, ദൈവഭയം, ഇവയൊക്കെ സമൂഹത്തിൽ വിളയിക്കുക എന്നതാണ്. ആത്മഫലങ്ങളുള്ളവരായിട്ട് മാറണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ വാക്കുകൾ, സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധേയമാകുക. ഫലം തരാത്ത വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊക്കെയും കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് ഈ ധനഹായ്ക്ക് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ച നിക്കോദേമോസ് എന്ന ഫരിസേയ പ്രമാണിയോട് യേശു നടത്തുന്ന സംഭാഷണത്തിലൂടെ വീണ്ടും ജനനം, പുതുക്കപ്പെടലിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ആത്മാവിനാലും ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിനെ പറ്റി നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മുടെ മാമോദീസായിലെ നമുക്ക് ലഭിച്ച നൽവരങ്ങളെ നമുക്കിത്തരണത്തിൽ ഓർത്തെടുക്കാം. നിരന്തരം നിരന്തരം പുതുക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി ദൈവരാജ്യം കാണാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനും, എപ്രകാരം ദൈവരാജ്യത്തിൻ്റെ മക്കളായി സ്വർഗം തുറക്കപ്പെട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതുമായ സ്വർഗീയ കാര്യങ്ങൾ കണ്ട് വിശ്വസിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.